ലോകകപ്പ് ഫുട്ബോളിലെ റൗണ്ട് ഓഫ് 32 നോക്കൌട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരാളുടെ ലോകകപ്പ് പോരാട്ടങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. രണ്ടിൽ ഒരു ഇതിഹാസ താരത്തിന് മടങ്ങിയേ മതിയാകും. നാളെ വെളുപ്പിന് ഇന്ത്യൻ സമയം 4:30-ക്കാണ് ഈ മത്സരം നടക്കുന്നത്. 40 വയസ്സുള്ള ലൂക്ക മോഡ്രിച്ചിന്റെയും 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അവസാന ലോകകപ്പായിരിക്കും ഇത്. ക്രിസ്ത്യാനോയുടെ 6ാമത്തെ ലോകകപ്പാണ് ഇതെങ്കിൽ മോഡ്രിച്ചിന് ഇത് 5ാമത്തെ ലോകകപ്പാണ്. രണ്ട് ഇതിഹാസ താരങ്ങളും നേരത്തെ റയൽ മാഡ്രിഡിൽ 6 സീസണുകളിൽ ഒരുമിച്ച് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പോർച്ചുഗൽ കെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് നോക്കൌട്ട് ഉറപ്പിച്ചത്. കോങ്കോയ്ക്കും കൊളംബിയയ്ക്കും എതിരെ സമനിലയിൽ കുരുങ്ങിയപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ അവർ വലിയ വിജയം നേടി. അതേപോലെ എൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിരുന്നു ക്രൊയേഷ്യയും. ഇംഗ്ലണ്ടിനോട് തോറ്റെങ്കിലും പിന്നീട് പനാമ, ഘാന ടീമുകളെ തോൽപ്പിച്ച് അവർ നോക്കൌട്ട് ഉറപ്പിക്കുകയായിരുന്നു. വിടവാങ്ങിയ താരം ഡീഗോ ജോട്ടയുടെ ഓർമ്മയിലാണ് ഇത്തവണ പോർച്ചുഗൽ ലോകകപ്പിന് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച ഡീഗോ ജോട്ടയുടെ പേരുകൂടി ഉൾപ്പെടുത്തിയാണ് പോർച്ചുഗൽ ടീമിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇത്തവണ ടീമിനെ പ്രഖ്യാപിച്ചത്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ഡീഗോ കോസ്റ്റ, ഗോൺസാലോ റാമോസ്, പെഡ്രോ നെറ്റോ, ന്യൂനോ മെൻഡിസ് തുടങ്ങിയ പ്രധാന താരങ്ങളെല്ലാം ടീമിലുണ്ട്. ഞങ്ങൾക്ക് അവന് വേണ്ടി കിരീടം നേടണം എന്നായിരുന്നു 2 ദിവസം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോർച്ചുഗീസ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ പ്രതികരണം. ക്രൊയേഷ്യക്കെതിരെ കളത്തിലിറങ്ങുമ്പോൾ പോർച്ചുഗീസ് താരങ്ങളുടെ ഓർമ്മകൾ ജോട്ടയ്ക്കൊപ്പമാവും. സഹതാരമായിരുന്ന ഡീഗോ ജോട്ടയുടെ വിയോഗത്തിന് വെള്ളിയാഴ്ച 1 വർഷം തികയുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 3-ന് സ്പെയിനിലെ സെർണഡിലയിലുണ്ടായ ഒരു കാർ അപകടത്തിലാണ് ജോട്ടയും സഹോദരൻ ആന്ദ്രേ സിൽവയും മരണപ്പെട്ടത്. 2019 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗലിനായി 49 മത്സരങ്ങൾ കളിച്ച ജോട്ട 14 ഗോളുകളും നേടിയിട്ടുണ്ട്. യൂറോ കപ്പും യുവേഫ നേഷൻസ് കപ്പും നേടിയിട്ടുണ്ടെങ്കിലും പോർച്ചുഗൽ ഇതുവരെ ലോകകപ്പിൽ ജേതാക്കളായിട്ടില്ല. പോർച്ചുഗലിനെ കന്നി ലോകകിരീടത്തിലേക്ക് നയിക്കാൻ 41-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതേസമയം തന്റെ വിരമിക്കൽ വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ക്രൊയേഷ്യൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായി ലൂക്ക മോഡ്രിച്ച് ലോകകപ്പിന് എത്തിയത്. തന്റെ മുഴുവൻ ശ്രദ്ധയും ലോകകപ്പിലാണെന്നും ക്രൊയേഷ്യക്ക് ആരെയും ഭയമില്ലെന്നും മോഡ്രിച്ച് പറയുന്നു. നിലവിൽ ഇറ്റാലിയൻ ക്ലബായ AC മിലാന്റെ മിഡ്ഫീൽഡറായ മോഡ്രിച്ച് മുൻപ് സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനൊപ്പം നിരവധി ലാലിഗ കിരീടങ്ങളും 6 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളും സ്വന്തമാക്കിയിട്ടുണ്ട്. ക്രൊയേഷ്യക്ക് ഇത്തവണ ആദ്യമായി കന്നി കിരീടം നേടിക്കൊടുക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് മോഡ്രിച്ച് പറയുന്നു. 2018-ലെ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ് റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യ 2022 ഖത്തർ ലോകകപ്പിൽ വെങ്കല മെഡൽ നേടിയിരുന്നു.